ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് ബി.ജെ.പിക്കാർ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോദി തന്നെയും ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, RSSും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതം പ്രഥമമായി എന്തോ പറയുന്നു എന്ന അത്ഭുതമൊന്നുമില്ല. പക്ഷേ എന്തിന് ഇപ്പോൾ പറയുന്നു എന്നുള്ളത് കുറച്ച് അത്ഭുതകരമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഇലക്ഷനറിങ് തുടങ്ങിയിട്ട് തന്നെ ഇത്രയും നാളായല്ലോ. ഒന്നാം ഫേസ് കഴിഞ്ഞതിന് ശേഷം 108 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിന് എന്ന സംശയം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇന്നിപ്പോൾ പ്രതാപ് ഭാനു മേത്ത എഴുതിയതുപോലെ ഒരു 400 സീറ്റൊക്കെ നേടുന്ന തെരഞ്ഞെടുപ്പിലുള്ള ഒരു തരത്തിലുള്ള ഒരു തരംഗം, ഒരു സർജില്ല, യൂഫോറിയ ആബ്സെന്റ് ആണ്. അപ്പോൾ കാര്യങ്ങൾ പന്തിയല്ല എന്നൊരു തോന്നലാണോ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മാറ്റുന്നത്? അഭിലാഷ്, അതിനു മുമ്പ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ശ്രീ VS അച്യുതാനന്ദൻ ഉദ്ദേശിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ചായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് VS പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ അതേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ, അഭിമന്യുവിനെ കൊന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPI വിളിച്ച ഇഫ്താർ വിരുന്നിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പങ്കെടുത്തിരുന്നോ എന്നുള്ളത് അദ്ദേഹം ഒന്ന് തുറന്നു പറയണം. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അഭിമന്യുവിനെ കൊന്ന, അഭിമന്യുവിന്റെ രക്തം കയ്യിൽ പതിപ്പിച്ച SDPIക്കാർ വിളിച്ച ഇഫ്താർ വിരുന്നിൽ അങ്ങ് പോയി ഭക്ഷണം കഴിച്ചോ? ഈ കാര്യം സഖാക്കളോടെങ്കിലും ഒന്ന് വെളിപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് SDPI സ്നേഹം? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് സ്നേഹം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികളുമായി ചങ്ങാത്തം ചേരുന്നതെന്ന് അഭിമന്യുവിന്റെ കൂട്ടുകാരെങ്കിലും മനസ്സിലാക്കട്ടെ, അവരുടെ വീട്ടുകാരും നാട്ടുകാരുമെങ്കിലും മനസ്സിലാക്കട്ടെ. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികളെ പിടികൂടാൻ വൈകിപ്പോയത് എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ അത്ര ആ കാര്യത്തിൽ പറയുന്നുള്ളൂ. മറ്റൊരു കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചില പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി എന്തോ വസ്തുതാവിരുദ്ധമായി പറഞ്ഞു, അതല്ലെങ്കിൽ പിന്നെ അവരുടെ മാനിഫെസ്റ്റോ ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെയാണ്. നോക്കൂ, ഒന്ന്, മൻമോഹൻ സിംഗ് ഒരു തവണയല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ 4 പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, മതന്യൂനപക്ഷങ്ങൾ എന്ന രീതിയിൽ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർ, സിഖുകാരും ജൈനരും ഒക്കെ വലിയ രീതിയിൽ പുരോഗമനം നേടിക്കഴിഞ്ഞവരാണ്. അതുകൊണ്ട് അവർക്കല്ല സഹായങ്ങൾ കൊടുക്കേണ്ടത്, പർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് വേണ്ടത് എന്ന് ഒരു തവണയല്ല 4 തവണ പ്രസംഗിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. 4 തവണയാണ് പ്രസംഗിച്ചത്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്താ പറയുന്നത്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പറയുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അൾട്രാ ലെഫ്റ്റിസ്റ്റുകളുടെ സ്വാധീനത്തിൽ പണിക്കൊണ്ട് മാർക്സിയൻ സിദ്ധാന്തം ഇതിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും സ്വകാര്യ സ്വത്ത് സംബന്ധിച്ച് കണക്കെടുത്ത ശേഷം ആ സ്വകാര്യ സ്വത്ത് രാജ്യത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇതെങ്ങനെയാണ് അനുവദിക്കാൻ സാധിക്കുന്നത്? രാജ്യത്തെ ജനങ്ങൾ അധ്വാനം ചെയ്തെടുത്ത സ്വത്ത് ഓരോന്നായി അളന്നെടുത്ത്, രാജ്യത്തെ സ്ത്രീകളുടെ സ്വർണത്തിന്റെ അളവെടുത്ത്, വെള്ളിയുടെ അളവെടുത്ത് അതെല്ലാം ഇവിടെ വിതരണം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതൊരു മാർക്സിയൻ സിദ്ധാന്തമാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. 2, അങ്ങനെ വരുമ്പോൾ സാമ്പത്തിക വിതരണം, നമ്മളെ കയ്യിലുള്ള വിഭവ സമാഹരണം, വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് രാജ്യത്തിന്റെ വിഭവങ്ങളെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? രാജ്യത്തിന്റെ വിഭവങ്ങളിലെ ആദ്യ അവകാശികൾ പാവങ്ങളാണെന്ന് പറയൂ, ഞങ്ങൾ അംഗീകരിക്കാം. അതിലെന്തിനാണ് നിങ്ങൾ മതം കൊണ്ടുവരുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തിനാണ് വിതരണം ചെയ്യുന്നത്? ഇവർ പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു. നിങ്ങൾ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി മാത്രം കമ്മിറ്റിയെ വെച്ച പിന്നെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ചുള്ള റിപ്പോർട്ടല്ലേ വരൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളൊരു സമിതിയെ നിയോഗിച്ചു, ഒരു തട്ടിക്കൂട്ട് സമിതിയെ നിയോഗിച്ചു. എന്നിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ പിന്നോക്കാവസ്ഥയിലാണെന്ന് ഒരു നറേറ്റീവ് ഉണ്ടാക്കി. ഇന്ത്യ മഹാരാജ്യം 800 കൊല്ലം ഭരിച്ച മുസ്ലിം സമുദായം രാജ്യത്ത് എങ്ങനെയാണ് പിന്നോക്കാവസ്ഥയിൽ വരുന്നത്? ഇവിടെ മുഴുവൻ അടിച്ചമർത്തപ്പെട്ടത് 800 കൊല്ലം മുഗളന്മാരും 10-600 കൊല്ലം ബ്രിട്ടീഷുകാരും ഭരിച്ച് അടിച്ചമർത്തപ്പെട്ടത് ഈ രാജ്യത്തെ ഹിന്ദുക്കളല്ലേ? ആ ഹിന്ദുക്കളല്ലേ പിന്നോക്കാവസ്ഥയിലുള്ളത്? ഇവിടെ അഭയാർത്ഥികളായി സ്വന്തം നാട്ടിൽ ഓടിക്കിടക്കുന്നത് കാശ്മീരിലെ പണ്ഡിറ്റുകളല്ലേ, ഹിന്ദുക്കളല്ലേ? അവരല്ലേ പിന്നോക്കാവസ്ഥയിലുള്ളത്? പിന്നെ ഗുസ്ബേട്ടി എന്ന് വിളിക്കുന്ന അഭയാർത്ഥി, ഇല്ലീഗൽ മൈഗ്രൻസ്, അവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ നോവുന്നത്? ബംഗ്ലാദേശികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ നോവുന്നത്? മ്യാൻമാറുകാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ നോവുന്നത്? നിങ്ങൾക്ക് അവരെ എല്ലാവരെയും ഇന്ത്യയുടെ വോട്ടർ പട്ടികയിൽ ചേർക്കണം, എന്നിട്ട് നിങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കണം. ഞങ്ങൾ അതൊന്നും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കാര്യത്തിൽ അൺഅപ്പോളജറ്റിക് ആണ്. മുസ്ലിം അപ്പീസ്മെന്റ് പൊളിറ്റിക്സുമായി കോൺഗ്രസ് കുറച്ച് വർഷമൊന്നുമല്ല, ഒരുപാട് കാലമായി മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് എന്തോ അപമാനകരമാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ആൽമരം വീണ് കഴിഞ്ഞാൽ അതിനിടയിൽപ്പെട്ട ഒരുപാട് ആളുകൾ മരിക്കുമെന്ന് പറഞ്ഞത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്?
ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമായ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തവരാണ് നിങ്ങൾ. കൂട്ടക്കൊല ചെയ്തവർ 3000-ലധികം സിഖുകാരെ കൊന്നുകളഞ്ഞ കോൺഗ്രസ്സുകാരാണോ മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്? നിങ്ങളുടെ ഈ പുറത്തിറങ്ങിയിട്ടുള്ള മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ആരെ പ്രീണിപ്പിക്കാനാണെന്നുള്ള കാര്യം രാജ്യത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കേണ്ട. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള മറ്റ് മതന്യൂനപക്ഷ വിഭാഗങ്ങളും വലിയ ആശങ്കയിലാണ്. ബാക്കി SC ST-കാരുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റിസർവേഷൻ 50%-ലധികം ഉയർത്താൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവരുന്ന പറഞ്ഞിരിക്കുന്നത്. 50%-ലധികം റിസർവേഷൻ ഉയർത്തി കഴിഞ്ഞാൽ ആരുടെ റിസർവേഷനാണ് നഷ്ടമാവുക? ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ റിസർവേഷൻ നഷ്ടമാവില്ലേ? ഈ രാജ്യത്തെ ഹിന്ദുക്കളടക്കമുള്ള ജനറൽ വിഭാഗക്കാരുടെ ജോലി കിട്ടാനുള്ള സാധ്യത മങ്ങില്ലേ? ക്രിസ്ത്യാനികളടക്കമുള്ള മുന്നോക്ക വിഭാഗക്കാരുടെ അവരുടെ ജോലി കിട്ടാനുള്ള സാധ്യത മങ്ങില്ലേ? നിങ്ങൾ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി SC ST വിഭാഗങ്ങളെ സംവരണം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതിയും ആര് കൊണ്ടുവന്ന ഭരണഘടന? അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടന. ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നോ, മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സംവരണത്തിന്റെ ക്യാപ്പ് ഉയർത്തുമെന്നോ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ഇപ്പോ പ്രധാനമന്ത്രിയും പറഞ്ഞു മുസ്ലിങ്ങൾക്ക് സ്വത്തിൽ പ്രധാന അവകാശം എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. എന്നിട്ട് പറയാണ് സഹോദരിമാരെ, അമ്മമാരെ, നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ജനസമൂഹത്തോട് പറയാം, സഹോദരിമാരെ, നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനം എന്തിനാണ്? ശരി, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലെ ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ നിലയിൽ ചോദിക്കാമല്ലോ, വളച്ചൊടിക്കാതെ. അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും, മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വർഗീയ ഭാഷണം എന്ന് വിളിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ചെയ്തത് വർഗീയതയല്ലേ? ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നപ്പോ എന്തിനാ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തത്? ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട്. അതല്ല സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞത്. കോൺഗ്രസ് അവിടെ ആർക്കാ സംവരണം കൊടുത്തത്? മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തത് ഭരണഘടന അനുവദിക്കാതെ 50% കഴിഞ്ഞ് സംവരണം കൊടുത്ത എന്തിനാ? ഈ കാര്യത്തിൽ ഇപ്പോഴും സംവരണം കൊടുക്കാൻ വേണ്ടി പിൻവാതിൽ സംവരണം കൊടുത്തില്ലേ? സുപ്രീം കോടതി പറഞ്ഞില്ലേ? ആന്ധ്രാപ്രദേശിലെ YS രാജശേഖർ റെഡ്ഡിയുടെ സർക്കാർ വിശദീകരിച്ച കാര്യം റിലീജിയൻ ബേസിസിലല്ല, മറിച്ച് പിന്നാക്കാവസ്ഥ പരിഗണിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 14 ബ്ലോക്കുകൾക്ക്, 14 ഏറ്റവും പിന്നോക്കക്കാരായ വിഭാഗങ്ങൾക്ക് ഞങ്ങൾ സംവരണം കൊടുത്തു. ആ സംവരണം ഹൈക്കോടതി റദ്ദാക്കി. സുപ്രീം കോടതിയിൽ ആ വിഷയം ഇപ്പോഴും ഭരണഘടനാ ബെഞ്ച് അന്തിമമായി ആ വിഷയം തീർപ്പാക്കിയിട്ടില്ല. മുസ്ലിം സബ് കോട്ടയുടെ വിഷയം അത് അന്തിമമായി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വിഷയമേ അല്ല. ഒരു സെക്കൻഡ്, ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെയല്ല, ഹൈക്കോടതി വിധി വന്നു. അപ്പീൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അതോടെ കിടക്കട്ടെ. അത് ആർക്കും പോകാം അഭിലാഷേ, അപ്പീൽ ആർക്കും പോകാം. ഹൈക്കോടതി വിധിയാണ് ഇപ്പൊ വിധി പറയട്ടെ. നിലവിൽ അന്തിമ അതാ. ആന്ധ്ര പിന്നെ ആന്ധ്ര എന്താ മുസ്ലിം റിസർവേഷൻ ഇല്ലാത്ത? അല്ല, അഭിലാഷ് തടസ്സപ്പെടുത്തല്ലേ? അഭിലാഷ് പറയുന്നതാണ് ന്യായമെങ്കിൽ എന്താ ഇപ്പൊ ആന്ധ്രയിൽ മുസ്ലിം റിസർവേഷൻ ഇല്ലാത്ത? പോകുന്നില്ല. ഹൈക്കോടതി മുസ്ലിം സബ് കോട്ട റദ്ദാക്കി. അതിനെതിരെ അപ്പീൽ സ്റ്റേ അനുവദിച്ചിട്ടില്ല. പക്ഷേ ആ വിഷയം ജുഡീഷ്യലി ഫൈനൽ സെറ്റിൽമെന്റ് ആയിട്ടില്ല. സുപ്രീം കോടതിയിൽ ഇതേ നടക്കാൻ പോകുന്നുള്ളൂ. അഭിലാഷ് ഒരു സെക്കൻഡ്, നിങ്ങളാണ് വളച്ചൊടിക്കുന്നത്. ഈ രാജ്യത്തെ ഹൈക്കോടതി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന മുസ്ലിം സംവരണം എടുത്തു കളഞ്ഞു. ആ മുസ്ലിം സംവരണം എങ്ങനെയാ കൊടുത്തത്? SC ST-കാരുടെ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് കൊടുത്തു. കോൺഗ്രസിന്റെ ചരിത്രത്തെ അതെങ്ങനെയാണ് SC ST സംവരണത്തെ അട്ടിമറിച്ചുണ്ടാവുന്നത്? SC ST സംവരണം എന്ന് പറയുന്നത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് പുറമെ SC ST സംവരണത്തിന് പുറമെയാണ് ഈ പറഞ്ഞ 4.5% സംവരണം ആന്ധ്രാപ്രദേശിൽ വന്നത്. അതെങ്ങനെയാണ് SC ST സംവരണത്തെ അട്ടിമറിക്കൽ? അത് റിലീജിയന്റെ ബേസിലാണ് എന്ന് കണ്ട് ഹൈക്കോടതി, കാരണം അവിടുത്തെ ഹൈക്കോടതി, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അത് റദ്ദാക്കി എന്ന് പറയുന്നത് ശരിയാണ്. അതിൽ സുപ്രീം കോടതിയിൽ ഇനിയും നിയമ പോരാട്ടത്തിന് സ്കോപ്പുണ്ട്. അഭിലാഷെ തൊടുന്യായങ്ങൾ പറയുന്നത് അഭിലാഷെ തൊടുന്യായം ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, കോൺഗ്രസിന്റെ ആളോട് ഒരു മിനിറ്റ് കോൺഗ്രസിന്റെ ഭക്തോട് മിണ്ടായിരിക്കാൻ പറയും. ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ. ശരി, പറയും. ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്നത് തൊടുന്യായമാണ്. എന്തുകൊണ്ടാ? ഈ രാജ്യത്ത് സംവരണം എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത്? അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ ശില്പികൾ സംവരണം വിഭാവനം ചെയ്തിട്ടില്ല. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ഈ 50% എന്ന സുപ്രീം കോടതി നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ള സംവരണത്തിന്റെ ക്യാപ്പ് മറികടന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് ചരിത്രമാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒന്ന്. രണ്ട്, അധികാരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിം പ്രീണനം നടത്തിയതിന്റെ ഏറ്റവും വലിയ തെളിവ് രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്. ഷബാനു കേസിൽ ഇവർ നടത്തിയുള്ള നിയമനിർമ്മാണം അതെങ്ങനെ മറക്കാൻ പറ്റുക? അപ്പൊ അധികാരം കിട്ടിയാൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഏതറ്റം വരെ ഇവർ പോകും. ചരിത്രം ഞങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? ശരി, അതാണല്ലോ അപ്പീലിനൊക്കെ കിടന്നോട്ടെ. അപ്പീലല്ല, ഹൈക്കോടതി വിധിയാണ് ഇപ്പൊ അന്തിമമായിട്ടുള്ളത്.